വാസ്തവത്തിൽ ലതിയേക്കാളും സന്ധ്യയേക്കാളും ഞാൻ അന്ന് ഇഷ്ടപ്പെട്ടത് ദുർഗയാണ്. മാത്രമല്ല, ഞാൻ പ്രിഡിയിലൂടെ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു കവിയുണ്ടായിരുന്നു കേരള കോളേജ്, കെ രവീന്ദ്രനാഥ് സമ്മാനം 3 പ്രാവശ്യം സമ്മാനം കിട്ടിയ കെ രവീന്ദ്രനാഥ്. അപ്പൊ കെ രവീന്ദ്രനാഥിനെ കാണാൻ പോവുകയാണെന്ന് വ്യാജേന ഞാൻ കേരള കോളേജിൽ പോകാറ്. വാസ്തവത്തിൽ ഞാൻ രവീന്ദ്രനാഥിനെ കാണാനല്ല പോകാറ്. അപ്പുറത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ദുർഗയെ കാണും. ദുർഗ ഫസ്റ്റ് ഇയർ രവീന്ദ്ര സെക്കൻഡ് ഇയർ പഠിച്ചിരുന്നു. അപ്പൊ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ദുർഗയെ പോലെ മലയാളം ബി എക്ക് പഠിക്കണം, MA റാങ്ക് കാണണം, BA റാങ്ക് കാണണം. അത് സാധിച്ചില്ല. പക്ഷെ ആഗ്രഹമാണ്. BA കഴിയും, MA റാങ്ക് കാണാൻ കഴിയില്ല. റാങ്ക് കിട്ടി എല്ലാവരും ദേശം പോയി താമസം 74 മലയാളം റാങ്ക്. ഞാൻ ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. റാങ്ക് DV പിള്ളേക്ക് റാങ്ക് ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 70 മലയാളം എന്ന് തുടങ്ങിയപ്പോൾ DV പിള്ളയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. 1ാം റാങ്കായിരുന്നു. DV പിള്ള പിന്നെ DV ആയിട്ട് മലയാളം 70 പുള്ളിയുടെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1ാം റാങ്ക്. അപ്പം മലയാളം KP ശങ്കരൻ മാഷോടൊക്കെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരെ പോലെ ആയിരിക്കണമെന്ന് എഴുതിച്ച് ഡയറി എടുത്ത് നോക്കി KP ശങ്കരൻ മാഷ്, MR ചന്ദ്രസേനൻ, APP നമ്പൂതിരി, കേരളത്തിൽ എല്ലാ മലയാളത്തിലുള്ള പേരുണ്ട്. അറിയപ്പെടുന്ന അധ്യാപകനായി അതൊന്നും കാര്യത്തില്ല. ഇതേപോലെ മഹാനായിരിക്കും. ഈ കോളേജ് അധ്യാപകനായി എന്താ ഭാഗ്യം കൊണ്ട് PSC കോളേജ് അധ്യാപകനായി. ഇവരെ പോലുള്ളൊരു വലിയൊരു എഴുത്തുകാരനാവാൻ കഴിയില്ല. കുട്ടിക്കാലത്ത് ഇവരൊക്കെ ആരാധിച്ചിരുന്നു. ഇപ്പൊ ലതിക മാത്രമല്ല, ഈ സന്ധ്യക്ക് പിന്നീട് വന്നതാണ്. ദുർഗ വലിയ സാഹിത്യ നിരൂപയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്താണ് ദുർഗ കഥ ചെയ്യുന്നില്ല. ശരിക്കും തോന്നുന്നത് ദുർഗ കോളേജ് മാസിൽ ലേഖനല്ലേ, കേരള കോളേജ് മാസിൽ ലേഖനം ദുർഗയുടെ ലേഖനം വായിച്ചിരുന്നു. ആശാന്റെ കവിതയെ അപ്പേ ദുർഗയും വിചാരിച്ചാൽ നല്ലൊരു എഴുത്തുകാർ സാഹിത്യ നിരൂപയൊക്കെ ആകാൻ പറ്റാണ്. ഈ മലയാളം BA MA പഠിച്ചവരൊക്കെ ഇന്ന് എല്ലാവരും സാഹിത്യം എഴുതിക്കൊണ്ടിരിക്കുന്നു. ആർക്ക് വേണമെങ്കിൽ നിരൂപകരാകാൻ പറയും. മലയാളക്കാർക്ക് എഴുത്തുകാരാണല്ലോ. അതുപോലെ ദുർഗയും BAക്ക് റാങ്ക് കിട്ടി, MAക്ക് റാങ്ക് കിട്ടിയ ദുർഗയ്ക്കും വേണമെങ്കിൽ വലിയ എഴുത്തുകാരിയാവാം. പക്ഷെ അമേരിക്കയിൽ പോയിട്ട് അവരുടെ ജീവിതം വേറൊന്നാണ് അവരുടെ. ലതികയും അമേരിക്കയിൽ പോയതുകൊണ്ടായിരിക്കാം ഈ എഴുത്ത് വഴി മാറിപ്പോയത്. കേരളത്തിലെ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ കവിയായി പിന്നീട് അമേരിക്കയിൽ പോയപ്പോൾ എഴുത്തു നിർത്തിയ വേറൊരു കവിയുണ്ട്, ചെറിയ. അത് ഇപ്പൊ വീണ്ടും രംഗത്തുണ്ട്. പക്ഷെ അമേരിക്കൻ ജീവിതമാണ് അദ്ദേഹത്തെ എഴുത്തില്ലാതാക്കിയെന്ന് പറയാം. അതുപോലെ അമേരിക്കയിൽ തിരക്ക് പിടിച്ച ജീവിതവും കുട്ടികളുടെ ജീവിതവും, കുട്ടികളെ 3 കുട്ടികളാണ്. 3 കുട്ടികളുണ്ടായി എഴുതാൻ പറ്റും. 3 കുട്ടികളല്ലേ? 3 കുട്ടികളെ വളർത്തന്നെയാണ് പ്രധാനപ്പെട്ടത്. കഥ എഴുത്തല്ല. അപ്പൊ ശങ്കരമാഷ പറയുമ്പോൾ എഴുത്ത് നിർത്തിയത് കൊണ്ട് വേറെ കുട്ടികളുടെ കാര്യമില്ല. 3 കുട്ടികളെ നന്നായിട്ട് വളർത്തി. അതാണ് ഏറ്റവും വലിയ ഒരു കഥാകൃത്തിന്റെ കടമയെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഈ കുട്ടികളെ വഴിയാതെ വഴി കഥ ജീവിച്ചിട്ടൊക്കെ ചെറിയ അങ്ങനെ എഴുതുന്നതാണ്. ചെറിയ അമേരിക്കയിൽ പോയി നേഴ്സിനെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ പോയി. അതുവരെ കത്തി നിൽക്കുന്ന കവിയായിരുന്നു. അവിടെ പോയിട്ട് 3 കുട്ടികളുണ്ട്. അദ്ദേഹം ഭാര്യയുടെ പ്രതിജ്ഞ ചെയ്തു. 3 കുട്ടികളുണ്ടായപ്പോൾ ഭാര്യയുടെ അടുത്ത് കൂടി പ്രതിജ്ഞ ചെയ്തു, കുട്ടികൾ വളർന്നതിന് ശേഷം ഞാൻ ഈ ദൂരെ എടുക്കുന്നു. കാരണം ഭാര്യ നേഴ്സിംഗ് ജോലിക്ക് പോവും, കുട്ടികളെ നോക്കുന്ന പോലെ പഠിക്കണം. അപ്പൊ ഈ ഇപ്പോഴത്തെ ദൂരെ എടുക്കാൻ കാരണം കുട്ടികൾക്ക് വലുതായി ജോലിക്ക്. പിന്നെ ധൈര്യമായിട്ട് ലതികയ്ക്കും വീണ്ടും ദൂരെയൊക്കെ കയ്യിലെടുക്കണം. കുട്ടികൾക്ക് വലുതായി ഈ യാതൊരു ചുമതലയുടെ പേരൊക്കെ കാര്യമില്ല. അതൊന്നുമില്ല. ഈ കഥയിലേക്ക് തിരിച്ചു വരാം. അതിന് പറ്റിയൊരു കാലാവസ്ഥ കേരളത്തിലുണ്ട്. സ്ത്രീപക്ഷ എഴുത്തുണ്ട്. അതിൻ്റെ ഒരു ആദ്യ സ്ത്രീപക്ഷ എഴുത്തിൻ്റെ ആദ്യ ആ പേരില്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ തുടക്കം ഈ കഥകളിലുണ്ട്. പിന്നത്തെ മാതിരി സൈദ്ധാന്തിക ഫെമിനിസവും പെണ്ണെഴുത്തിൻ്റെ സൈദ്ധാന്തികതയൊക്കെ ആവിർഭവിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയുടെ ഹൃദയത്തുടിപ്പുകളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു കഥാകാരിയാണ് ലതിക എനിക്ക് തോന്നുന്നു. പിന്നെ
നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ അന്നത്തെ എഴുത്തുകാരൊക്കെ ആഗ്രഹിച്ചിരുന്നത് നമ്പൂതിരിയുടെയും ASന്റെയും ചിത്രീകരണത്തിലൂടെ, പ്രത്യേകിച്ച് നമ്പൂതിരിയുടെ ചിത്രീകരണത്തിലൂടെ കഥ പ്രസിദ്ധീകരിച്ച ജന്മസാഫല്യമാകുമെന്ന് കരുതുന്ന എഴുത്തുകാരാണ് അന്ന് കേരളത്തിലുണ്ടായിരുന്നു. ഒട്ടുമിക്ക എഴുത്തുകാർ ആ കാര്യത്തിലും ലതികയ്ക്ക് വളരെ ഭാഗ്യവതിയാണ്. ഈ മാതൃഭൂമിയിൽ വന്ന 6 കഥകളിൽ 5 കഥകൾക്കും നമ്പൂതിരിയാണ് ചിത്രീകരണം. അത് MT തന്നെ നമ്പൂരി പറഞ്ഞിട്ടുള്ള അവിടെ സംസാരം രഹസ്യമാണ്. MT പറയത്രേ ചിത്രീകരണം നല്ല കഥകൾ നമ്പൂരിക്ക് കൊടുക്കുക. അപ്പോൾ MT തന്നെ ശരീരത്തിൽ കൊടുക്കുന്നതായ നല്ല കഥകൾ ആയിട്ടുണ്ടായിരിക്കല്ലോ ഈ നമ്പൂരി 5 കഥകൾ. അതല്ല, ലതികയുടെ കൂടെ വന്ന കഥാകൃത്തുക്കളെ വളരെ ഗംഭീരന്മാരാണ്. ആദ്യത്തെ കഥ 35-65 വന്ന ആദ്യത്തെ കഥ ലതികയുടെ ആദ്യത്തെ കഥ. അപ്പൊ അന്നൊക്കെ മാതൃഭൂമിയിൽ 2 കഥകളുണ്ട്. ആദ്യം ഒരു കഥയും രണ്ടാമത്. ആദ്യത്തെ കഥ അല്ല, ആദ്യത്തെ കഥയല്ല, ആദ്യത്തെ കഥ അന്ന് ലതികയുടെ ആദ്യത്തെ കഥ പുതുമഴയുടെ കൂടെ വലിയൊരു കഥ അല്ല, അത് പിന്നീട് എഴുത്തുകാരുടെ ഒരാളാണ് KP എവറസ്റ്റ് എന്ന കഥ. എവറസ്റ്റ് അതാണ് ആ പേരും പറയുന്നത്. പിന്നീടുള്ള കഥാകൃത്തുക്കളൊക്കെ വളരെ ഗംഭീരന്മാരുടെ കൂടെ വന്നു. 35-65 വന്ന കഥ മേഘക്കലികൾ എന്ന് പറഞ്ഞ ലതികയുടെ കഥയുടെ ആദ്യം. രണ്ടാമത് വന്നതാണ് ഹരികുമാർ ഇടശ്ശേരിയാണ്. ഉണക്കമരം എന്ന് പറഞ്ഞ ഹരികുമാറിന്റെ ആദ്യത്തെ കഥ. ഹരികുമാറിന്റെ ആദ്യത്തെ കഥയാണ് ഈ ഉണക്കമരം. അതും ലതികയുടെ കഥ ഒരുമിച്ചാണ്. 15-8-65 M. മുകുന്ദന്റെ ചെന്നായുടെ കൂടെയാണ് ലതികയുടെ വരൾച്ച വരുന്നത്. എത്ര അഭിമാനകരമായ കാര്യമാണ്. മുകുന്ദൻ എവിടെ കിടക്കുന്നു? ഈ പാവപ്പെട്ട ലതികയുടെ. ഇന്ന് മുകുന്ദൻ മലയാള സാഹിത്യത്തിലെ ചക്രവർത്തിയാണ്. ലതിക ആരും അറിയപ്പെടാത്ത എഴുത്തുക. അപ്പൊ മുകുന്ദന്റെ ചെന്നായുടെ കൂടെയാണ് ലതികയുടെ വരൾച്ച വരുന്നത്. MP നാരായണപിള്ളയുടെ അവന്റെ കൂടെയാണ് ലതികയുടെ ഇരുണ്ടു പോകുന്ന സന്ധ്യ വരുന്നത്. അവരൊക്കെ വലിയ ഗംഭീര എഴുത്തുകാരായിട്ടുണ്ട്. കാക്കനാടന്റെ പ്രവാചകന്റെ കൂടെ 1666 ലതികയുടെ നീർപ്പുകൾ വരും. അന്ന് വലിയ എഴുത്തുകാരും ചെറിയ ഇന്നത്തെ മാധവിയുടെ കഥ ശ്രദ്ധിച്ചില്ല. വലിയ എഴുത്തുകാരുണ്ട്, ചെറിയ എഴുത്തുകാർ. EN ഗോവിന്ദന്റെ കൂടെ ഒരു കഥ വന്നു. അരീന തീരങ്ങളിൽ വന്നിട്ടുള്ള EN ഗോവിന്ദന്റെ തറവാട്ട് മതി എന്ന് പറഞ്ഞ കേട്ടില്ല. അപ്പോൾ മലയാളത്തിലെ വലിയ എഴുത്തുകാരുടെ കൂടെ കഥ എഴുതാനും അവരുടെ കൂടെ കഥയിൽ പ്രവേശിക്കാനും മലയാളത്തിലെ ഏറ്റവും വലിയ കഥാ ചിത്രകാരൻ നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങൾ അയക്കുവാന്ന് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും ഈ കഥയേക്കാൾ പ്രധാനം ഇപ്പം നമ്പൂരി വരച്ച ചിത്രങ്ങളൊക്കെ അന്ന് വായിച്ചതാണ്. ഇന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. വീണ്ടും അരീന തീരങ്ങളുടെ ചിത്രം, നാഗരികനായിട്ടില്ല ഒരു നാഗരിക സ്ത്രീ. ഇപ്പൊ നമ്പൂരി കൃത്യമായിട്ട് വരയ്ക്കും നാഗരിക സ്ത്രീയുടെ രൂപമാണ്. ഈ വസ്ത്രധാരണ നമ്പൂരിയുടെ ചിത്രത്തിലാണ് സ്ത്രീകളെ വരയ്ക്കുമ്പോൾ നമ്പൂരിയുടെ രേഖയിൽ തെളിഞ്ഞു വരുന്ന നാഗരിക അംശങ്ങൾ കൃത്യമായിട്ട് ഇന്നിപ്പോ നമ്പൂരി വരയ്ക്കുന്നത് ഇങ്ങനെ വരയ്ക്കില്ല. സാഹിത്യത്തെ സ്ത്രീകളെ വരയ്ക്കില്ല. സ്ത്രീകളുടെ രൂപമാണ് അതിന് വ്യത്യസ്തമായ യേശുദാസ് നിരോധിക്കുന്നു പറഞ്ഞ ഇതൊക്കെയാണ് നമ്പൂരി വരയ്ക്കുക. അത് നമ്പൂരിക്ക് അറിയാം. ഇന്നിപ്പോ നമ്പൂരി പക്ഷെ നമ്പൂരിയുടെ സ്ത്രീ ചിത്രീകരണം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അക്കാലത്തെ എല്ലാ എഴുത്തുകാരും ഇപ്പൊ കാക്കനാടനോട് പറയട്ടെ, കാക്കനാടൻ പലപ്പോഴും എന്നോട് പറയട്ടെ, പുള്ളിയുടെ കഥ മാതൃഭൂമി വന്നാൽ സംതൃപ്തി കിട്ടണമെങ്കിൽ നമ്പൂരി വരയ്ക്കണം പറയാറ്. കാക്കനാടനോട് പലപ്പോഴും പറയാറ്. അങ്ങനെ മലയാളത്തിൽ ഒരു കാലഘട്ടം മുഴുവൻ ആഗ്രഹിച്ചിരുന്ന ആ സൗഭാഗ്യമൊക്കെ രേഖയും കിട്ടി. രേഖയ്ക്ക് എല്ലാ ആശംസകളും നീയും കുറെ ഇതിനേറ്റവും ആളുകൾ സഹിക്കുകയാണ്. മലയാളത്തിലെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ അഷ്ടമൂർത്തി സ്നേഹം. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനിതിനു മുമ്പ് പ്രസംഗിച്ച അതേപോലെ തന്നെ പുസ്തകം കയ്യിൽ വെച്ച് നിന്നിട്ടുണ്ടോ. പുസ്തകത്തെ കുറിച്ച് കാര്യമായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു. കാരണം ആമുഖ പ്രസംഗത്തിൽ സന്ധ്യ തന്നെ വളരെ വളരെ ചുരുക്കി വാചകത്തിൽ ലതികയുടെ കഥയെക്കുറിച്ച് വളരെ അർത്ഥവത്തായിട്ടുള്ള
ആമുഖ പ്രസംഗം നടത്തി. തുടർന്ന് വൈശാഖനും ശങ്കരഭാഷം ഹിരണ്യനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് തോന്നുന്നു. അത് കഥയോടുള്ള കഥയോടുള്ള ഇഷ്ടത്തോടുള്ള കേട്ടോ. പറഞ്ഞു തന്നെ വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ അത്ര സുഖമുള്ളതായി തോന്നില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം. എന്നാലും എൻ്റെ കൗമാരകാലത്ത് എന്നെ വായനയിലേക്ക് കൊണ്ടുവന്ന എഴുത്തുകാരിൽ ഒരാൾ തന്നെയാണ് ലതിക. ഈ വർഷം 13-12 വയസ്സൊക്കെ ഇരിക്കുന്ന സമയത്താണ്. അന്ന് കുറച്ചൊക്കെ ഹിരണ്യഭാഷ പറഞ്ഞ അനുഭവം തന്നെയാണ് എനിക്ക്. നിങ്ങളുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ മാതൃമേടിച്ച വിപ്പ് കട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാകുന്ന ഒരു മേശപ്പുറത്ത് കൊല്ലമനുസരിച്ച് അത് വീണ്ടും വീണ്ടും ഇരുന്ന് വായിക്കുകയായിരുന്നു. നമ്മുടെ ഈ മധ്യാഹ്ന ഒഴിവുകാലത്ത് മുഴുവൻ. അന്ന് നിങ്ങൾ ദിലാമീറ്റം എന്നാണ് പറയുക. അങ്ങനൊരു വാക്കുണ്ടോ എനിക്കറിയില്ല. ടെറസിന് അങ്ങനൊരു വാക്കുണ്ടോ? പക്ഷേ നിലാവ് വീഴുന്ന വിട്ടായിരിക്കും. അവിടെ ഈ വേനൽക്കാലത്ത് കൊണ്ടാട്ടനെ കുറേ കണക്കായിട്ട്. അപ്പോൾ അത് കാക്ക തല സൂക്ഷിക്കാൻ ഉള്ളൊരു ദൗത്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു മേശയും ശരിയിട്ട് അകത്ത് ഇരുന്ന് ജനയുടെ പക്കത്ത് ഇരുന്നിട്ട് ആഴ്ചതിപ്പുകൾ, നിങ്ങൾ ആഴ്ചതിപ്പ് മാത്രമേ പറയാറുള്ളൂ, ആഴ്ചതിപ്പിൽ മറിച്ച് നോക്കുക എന്നുള്ള 2 മാസത്തെ ഒരു ദൗത്യമുണ്ട്. അപ്പോഴാണ് ഈ ആഴ്ചതിപ്പുകൾ വീണ്ടും 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 വായിക്കുക. എനിക്ക് കഥകൾ പെട്ടെന്ന് ലതിക എന്ന് പറയുമ്പോൾ മനസ്സിലായി. പക്ഷേ ഏതൊക്കെ കഥകളാണെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നില്ല. അപ്പോൾ സന്ധ്യ എനിക്ക് ഇമെയിൽ വഴി 2 കഥകൾ അയച്ചു തന്നു. അപ്പോൾ ഹിരണ്യം പോലെ തന്നെ ചിത്രം കണ്ടപ്പോൾ തന്നെയാണ് പെട്ടെന്ന് മനസ്സിലായി. 60കളിലെ ഭാവുകത്വം തികച്ചും തുടിച്ചു നിൽക്കുന്ന കഥകളിൽ നിന്ന് മാത്രം വേണമെങ്കിൽ ലതികയുടെ കഥകളെക്കുറിച്ച് പറയാം. അന്നത്തെ ആഴ്ചപ്പതിപ്പിന്റെ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞു തന്നത് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അല്ലാതെ ജനീകം വാരികയുണ്ടായിരുന്നു. ജനീകം വാരിക എന്ന വളരെ വളരെ നല്ല നോവലുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം, കാമിശിയുടെ കാലമായിരുന്നെന്ന് തോന്നുന്നു. അന്ന് നിറപിടിപ്പിച്ച നോവലുകളൊക്കെ പരമ്പരയിൽ വന്നിരുന്നു. പക്ഷെ ഒരു നോവലിന്റെ പേരിലല്ല, ഒരു ആത്മകഥയുടെ പേരിലാണ് ജനീകം അവിടെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അത് തോപ്പിൽ പാസിയുടെ ഒളിവിലെ ഓർമ്മകളായിരുന്നു. ഒളിവിലെ ഓർമ്മകൾ ഞാൻ വായന തുടങ്ങുന്നതിന് മുമ്പ് വന്നതാണ് സത്യത്തിൽ. അത് പക്ഷേ അത് ഈ ഒരു ആ ഇലക്കങ്ങൾ മുഴുവൻ അവിടെ ബൈൻഡ് ചെയ്ത് വെച്ചിരുന്നു. ഒളിവിലെ ഓർമ്മകൾ മാത്രമല്ല, ജനീകം പൂർണ്ണമായിട്ട്. ആ കൂട്ടത്തിൽ ഹിരണ്യ ഒരുപാട് പേരുകൾ പരാമർശിക്കാത്ത ചില പേരിലാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. VG അമ്മിണി എന്നൊക്കെ കാലത്തുണ്ടായിരുന്നു. വേണം ജനകത്തിൽ ഒരുപാട് കഥ മാത്രമല്ല ചില ലേഖനങ്ങളും ഒക്കെ വന്നിരുന്നു. ഞാൻ വളരെ ആകർഷിച്ച എഴുത്തുകാരിയായിരുന്നു. അതുപോലെ പെട്ടെന്ന് പ്രത്യക്ഷമായി എന്ന് മാത്രമല്ല, ജനകത്തിൽ മാത്രമല്ല, മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഒരു ലക്കത്തിൽ ബാലവന്തിയില് കുഞ്ഞുണ്ണി മാഷ പ്രിയപ്പെട്ട അമ്മി എന്നൊരു കത്തായിരുന്നു. ആ ബാലവന്തി മുഴുവൻ ഒരു കത്തായിരുന്നു, കുഞ്ഞുണ്ണി മാഷ കത്ത. അതിലെ ഇരുട്ടിൽ ഒരു ആത്മാവ് എന്നുള്ള കഥയെക്കുറിച്ച്, അമ്മടി എഴുതിയ കഥയെക്കുറിച്ചുള്ള കത്തായിരുന്നു. അതിനെ വിശകലനം ചെയ്തുകൊണ്ടും അത് അങ്ങനെ ഒരൊറ്റ കഥകൾ ഉണ്ടാവുള്ളൂ. അത് പ്രിയപ്പെട്ട അമ്മണി എന്ന് വായിച്ചാൽ നമ്മൾ ഇത് VG അമ്മണിയെ കുറിച്ചാവും. നമ്മൾ കഥ വന്നിട്ടില്ല. പിന്നത്തെ ലക്കത്തില് മാതൃഭൂമി ബാലമൂർത്തിയിലെ ഫുൾ 3-4 പേജിലെ കഥയാണ് ഇരുട്ടിലൊരു ആത്മാവ് VG അമ്മണിയുടെ കഥ. വളരെ ആകർഷിച്ച കഥയായിരുന്നു. ഞാനിപ്പോ പറയുന്നത് ലതികയുടെ പുസ്തകം ഇറങ്ങിയതുപോലെ തന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷം VG അമ്മണിയുടെ കഥാപുസ്തകം ഇറങ്ങി.
ചെയ്യുന്നു. ഞാൻ വളരെ കാലത്തിന് ശേഷം അവരെ വിജയമണിയും പരിചയപ്പെട്ടു. വിജയമണി ഇതുപോലെ തന്നെ ഞങ്ങൾ ഭാഷകളൊക്കെ പറയാറുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ മൺമറഞ്ഞ കഥാകൃത്തുകൾ ഒരുപാട് വിജയമണിയും ലഭ്യം മാത്രമല്ല വിശ്വത്തിലൂടെ വന്നിട്ടുള്ള എന്നോട് CS ഗീതാലക്ഷ്മി മനസ്സിലായി കുറച്ച് രുക്മിണിക്കില്ല പത്രക്കാരെ കണ്ടുപിടിക്കുന്ന പ്രമുഖ അവര് പ്രസിദ്ധ മജുവാരിയുടെ കണ്ടുപിടിച്ച് ഒരു വിഷയം താല്പര്യ വിഷയം അത് ഒരുപാട് ഈ പറഞ്ഞ ബീജി സൗകര്യം ഉള്ളത് ഈ 40-50 വർഷത്തെ അമേരിക്ക ജീവിതമായില്ല എന്ന് അമേരിക്കയിലെ എഴുത്തുകാരെ നയിക്കുന്നത്. എന്നാലും കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പൊതുവെ അങ്ങനെ നിമിത്തമായി
നേടുമോ? ഇനി പറയാനുള്ളത് മറുപടി പ്രസംഗത്തിനായി സ്നേഹത്തോടെ